അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്. റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് അതർ പ്രൊഫഷണൽസ് ഇൻ ഡയഗ്നോസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സസ്പെക്ടഡ് കേസസ് ഓഫ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട്. അതായത് ആസ് എ ടീച്ചർ, ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോളാണ് ഇങ്ങനെ കുട്ടികൾ എന്തെങ്കിലും വയലൻസ് എന്തെങ്കിലും അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആസ് എ ടീച്ചർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കേ, റെക്കഗ്നീഷൻ ആൻഡ് ഡയഗ്നോസിസ്. ആദ്യം തന്നെ ആസ് എ ടീച്ചർ ഈ സിംറ്റംസ് എല്ലാം വെച്ചിട്ട് വൾണറബിൾ ചിൽഡ്രനെ കണ്ടുപിടിക്കാനുള്ള നേരത്തെ പറഞ്ഞ വാർണിംഗ് സൈൻസ് എല്ലാം വെച്ചിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ എന്താണ്, കുട്ടിയുടെ പ്രശ്നം എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഡയഗ്നോസ് ചെയ്യണം എന്നുള്ളതും എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ചില സമയത്ത് ഇപ്പൊ എസ്പെഷ്യലി ഞാൻ പറയട്ടെ, ചെറിയ കുട്ടികള്, പെൺകുട്ടികളൊക്കെ സെക്ഷൽ അബ്യൂസ് ഒക്കെ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സ്കൂൾസ് എന്ത് ചെയ്യുന്നറിയോ, സ്കൂൾസിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ പോകരുത് എന്നുള്ള രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചൈൽഡ് അബ്യൂസ് നടന്നിട്ടുണ്ട് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആസ് എ ടീച്ചർ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെ, നമ്മളത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കൊളാബറേഷൻ ആൻഡ് സപ്പോർട്ട്, അത് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ജോലി അവിടെ തീരുന്നില്ല. ആ കുട്ടീനെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള കൊളാബറേഷൻസും എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഗൈഡ് ചെയ്യാം, കുട്ടിക്ക് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാം, അതെല്ലാം നോക്കി ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന്റെ റോൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ എഴുതാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റ് റോൾ എന്താണ്, നമ്മുടെ വൾണറബിൾ ചിൽഡ്രനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്, അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു. ഡയഗ്നോസ് ചെയ്തതിന് ശേഷം സീരിയസ് ഇഷ്യൂ ആണോ എന്താന്നുള്ളത് നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ കുട്ടീനെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ നമ്മൾ എന്താണ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ദെൻ psychosocial support and referral services for vulnerable children. നോക്കിക്കേ, എന്താണ് psychosocial support? This encompasses various interventions that address the emotional, social and psychological needs of children. It can include individual counseling, group therapy, play therapy, art therapy and mindfulness exercise. അപ്പൊ എന്താണ് സൈക്കോസോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത്? ഒന്നുമില്ല, നമ്മുടെ മെന്റലി അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ മെന്റലി അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള സപ്പോർട്ട് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു സോഷ്യൽ ബിഹേവിയർ, അതേപോലെ തന്നെ മെന്റലി അവർ എങ്ങനെ സ്റ്റേബിൾ ആവാം, ആ രീതിയിലുള്ള സപ്പോർട്ടാണ് ഈ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രൂപ്പ് തെറാപ്പീസ് ഉണ്ട്, പ്ലേ തെറാപ്പീസ് ഉണ്ട്, ആർട്ട് തെറാപ്പി ഉണ്ട്, എക്സസൈസുകൾ ഉണ്ട്. ഇതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, മെന്റൽ സപ്പോർട്ടും അതേപോലെ തന്നെ ഒരു സോഷ്യൽ സപ്പോർട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ പറയുന്നതാണ് റെഫറൽ സർവീസസ്. എന്താ റെഫറൽ സർവീസ്? ദിസ് ഇൻവോൾവ്സ് കണക്ടിങ് ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാമിലീസ് വിത്ത് അപ്രോപ്രിയേറ്റ് റിസോഴ്സസ് such as healthcare service, legal aid, educational support, financial assistance and community based programs. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉള്ള ഒരു ഇഷ്യൂ ഉള്ള ഒരു കുട്ടീനെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പൊ ആ കുട്ടീനെ എന്താണ് ഫെർദർ നമ്മൾ കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആ കുട്ടീനെയും ഫാമിലിനെയും നമ്മൾ ഓക്കെ, ഇന്ന ആൾക്കാരുണ്ട്, ഇന്ന ആൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്, അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ലോ ഉണ്ട്, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് നമ്മൾ ഇഷ്യൂ അറിഞ്ഞിരിക്കുക മാത്രമല്ല, എന്തൊക്കെ സപ്പോർട്ടാണോ അവർക്ക് വേണ്ടത്, അത് ഇപ്പോ ഹെൽത്ത് ആവാം, ഹെൽത്ത് കെയർ ആവാം, അല്ലെങ്കിൽ ലീഗലി ആയിരിക്കാം, അത് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് ആയിരിക്കാം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് രീതിയിലുള്ള അസിസ്റ്റൻസിലേക്ക് നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനെയാണ് റെഫറൽ സർവീസസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഏതൊക്കെയാണെന്നാ പറയുന്നത്. ഫസ്റ്റ് വൺ, ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഒരുപാട് കൂടി വരികയാണ്. കാരണം എന്താ അറിയോ, ഈ കുട്ടികളെയൊക്കെ മുന്നേക്ക് അത് ബാംഗ്ലൂർ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലായിരുന്നു കൂടുതൽ. കുട്ടികളെയൊക്കെ ഒരു റൂമിൽ തന്നെ അടച്ചിട്ടിട്ട് ഈ കുട്ടികൾക്ക് പിന്നീട് കുറച്ച് ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ഒപ്പമുള്ള പിയർ ഗ്രൂപ്പ്സിന്റെ ഇടയിൽ ഇവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല.
അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഗ്രൂപ്പ് തെറാപ്പീസ് കൊടുക്കും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ അവരൊക്കെ ഒരുമിച്ച് എന്താ പറയാ ആക്ടിവിറ്റീസ് കൊടുക്കുക, അവരെ ഒരുമിച്ച് കളിപ്പിക്കുക, അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് ഗ്രൂപ്പ് തെറാപ്പി. പിന്നെ ഉള്ളതാണ് പ്ലേ തെറാപ്പി. അതായത് ഞാൻ പറഞ്ഞു ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് എന്താ പറയാ ചിലപ്പോൾ നമ്മൾ പറയില്ലേ എപ്പോഴും കളിച്ചോണ്ട് കളി 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 അങ്ങനത്തെ ഒരു മൈൻഡ് ആണ് എന്നൊക്കെ. സോ മാക്സിമം കുട്ടികൾ ഈ പറഞ്ഞ പോലെ കളിയിലൂടെ നമ്മൾ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തെടുക്കുക. അതായത് ഇപ്പൊ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ഒരു അറ്റൻഷൻ സീക്കിംഗ് അല്ലെങ്കിൽ ADHD അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി പോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക. അതായത് കളിയിലൂടെ നമ്മുടെ കാര്യം നേടിയെടുക്കുക. അതിനെയാണ് പ്ലേ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ എന്താ ആർട്ട് തെറാപ്പി. അതായത് നമ്മൾ പറയും നമ്മൾ അതന്നെ ഒരു കാര്യം തന്നെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ നമ്മളെ എഫക്ട് ചെയ്യുന്നത്. സോ അതിനൊക്കെ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ട് യൂസ് ചെയ്തിട്ടുള്ള തെറാപ്പീസ് ആണ് ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത്. മേ ബി പെയിന്റിങ് ആവാം, ക്രാഫ്റ്റിംഗ് ആവാം, അതേപോലെ തന്നെ ക്ലേ മൗൾഡിങ് ഉണ്ടായിരിക്കാം. പല രീതിയിലുള്ള ആർട്ട് ഫോംസ്, ഡാൻസ്, പാട്ട്, അങ്ങനെ വേറൊരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യാണ് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതേപോലെ തന്നെ ലൈഫ് സ്കിൽ, പിന്നെ ഹെൽപ്പ് ലൈൻസ് ഉണ്ട് ഒരുപാട്. ഇപ്പൊ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 നമ്മൾ അറിയുന്ന കാര്യമാണല്ലോ. അതേപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഏജൻസീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ഇന്റർനാഷണൽ ഏജൻസീസ് ആയിക്കോട്ടെ, നമ്മളത് ഫസ്റ്റ് ആൻഡ് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അവര് എന്ത് ചെയ്യാണ് സപ്പോർട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നമ്മൾ യൂസ് ചെയ്തിട്ട് ആ കുട്ടീനെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെഫറൽ സർവീസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ടീച്ചർ ഒരു പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടീനെ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ഒരിക്കലും അവർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ ഇനി ബാക്കി ഫെർദർ കണക്ട് ചെയ്ത് വിടുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ഇഷ്ടംപോലെ നമുക്ക് എഴുതാലോ. എന്താണ് മെന്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ വെൽബീയിങ്, ഇതെല്ലാം ഇംപ്രൂവ് ആവും, ഡെവലപ്പ് ആവും. സ്ട്രെസ് കുറയ്ക്കും, ആൻസൈറ്റി കുറയ്ക്കും, സൂയിസൈഡൽ ടെൻഡൻസി അതുവഴി കുറയുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം കുട്ടികൾ സഹകരിക്കാൻ തുടങ്ങും എല്ലാത്തിനോടും. സെൽഫ് എസ്റ്റീം ആൻഡ് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവും. അതേപോലെ തന്നെ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് കുറയും. പിന്നെ അക്കാഡമിക് ഡെവലപ്മെന്റ് നമുക്ക് പറയാൻ പറ്റും, ബിഹേവിയറൽ ഡെവലപ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ സെക്യൂർഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് പോവാൻ പറ്റും കേട്ടോ. ആ കുട്ടിയുടെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആൻഡ് റെഫറൽ സർവീസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് എന്താ നോക്കിയത്, എന്താണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്, അതിന്റെ റെഫറൽ സർവീസസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിന്റെ ടൈപ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.